കുറച്ച് കൂടുതൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക, നല്ലൊരു അധ്യാപകനായി തീരുക, ഇതൊക്കെ മാത്രമായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും. അതുപോലെ തന്നെ വിവാഹം കഴിക്കുക, എങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാകണം, എത്ര മക്കളുണ്ടാവണം, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുരോഹിതനാകുന്നതിനെക്കുറിച്ച് ഞാൻ കാര്യമായി ആ കാലഘട്ടങ്ങളിലൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി തീർന്നത് ഞാനൊരു 25-ാമത്തെ വയസ്സിലാണ് IIT ബോംബെയിൽ എത്തിച്ചേർന്നത് പഠനത്തിന് വേണ്ടി. അപ്പോൾ അവിടെ എത്തുമ്പോൾ പദ്ധതികൾ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പദ്ധതികളും ആ പദ്ധതികളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രാർത്ഥനകളും മാത്രമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ പോലും ഒരിക്കലും അറിയാതെ എനിക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി അന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IIT ബോംബെയിലെ പഠനകാലത്ത് സംഭവിച്ച ഒരു വലിയ കാര്യം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അടുത്ത് തന്നെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു, ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന് പറയുന്ന ദേവാലയം. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും അവിടെ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുറച്ചു നേരം ആരാധനയ്ക്ക് ചെലവഴിക്കുന്നതിനും എല്ലാ ദിവസവും മുടങ്ങാതെ പോയിരുന്നു. അപ്പം ആ ഒരു കാലയളവിലാണ് പതുക്കെ ഇങ്ങനെയൊരു സ്വപ്നം ഹൃദയത്തിൽ പതുക്കെ ശക്തമാകാനായിട്ട് ഇടയായത്.